അങ്ങനെ രാവിലെ 7 മണിക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ വേഗം അടുക്കളയിലേക്ക് പോയി ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പിടിച്ചു വെച്ചു. നമ്മുടെ കിണർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട്, വീടിൻ്റെ അടുക്കളേൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വെള്ളം പിടിച്ചു വയ്ക്കാനൊക്കെ സുഖമാണ്. പെട്ടെന്ന് രാത്രിയൊക്കെ കറണ്ട് പോയാൽ പെട്ടെന്ന് ഓടി വന്നിട്ട് വെള്ളം പിടിക്കാം കേട്ടോ. പിന്നെ അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം, നല്ല വെള്ളം കുടിച്ചു. 7 മണിക്ക് എണീക്കുന്ന ഞാൻ 8:30 ആകുമ്പോഴത്തേനും ചോറും കൂട്ടാനും ചായയും കടിയും ഒക്കെ ആക്കണം കേട്ടോ. അതുകൊണ്ട് പെട്ടെന്നായിരിക്കും പരിപാടികൾ. ആദ്യം തന്നെ കാപ്പിയാണ് വയ്ക്കുക. ഇവിടെ ആരും ചായ കുടിക്കില്ല കേട്ടോ. അതുകൊണ്ട് കാപ്പിക്കുള്ള വെള്ളം കൊണ്ടുപോയി വെച്ചു. പിന്നെ വേഗം പോയിട്ട് ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് വന്നു. അതിലാവശ്യമായിട്ടുള്ള ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചോറ് നമ്മൾ രാത്രി വെക്കാറാണ്. ഇവിടെ നല്ല വേവുള്ള അരിയാണ്. അതുകൊണ്ട് കുക്കറിൽ മാക്സിമം വെക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ കുക്കർ ഒഴിവാക്കി നമ്മൾ രാത്രി ഇന്നലെ തന്നെ ചോറൊക്കെ കുറച്ച് ഹാഫ് വേവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി രാവിലെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞാൽ ചോറ് റെഡിയാവും. അങ്ങനെ ചായ തിളച്ചു. കാപ്പിക്കുള്ള വെള്ളം തിളച്ചു. അതിലേക്ക് പൊടിയിട്ടു. ഇന്ന് ദോശയ്ക്ക് കൂട്ടാനുള്ളതും ചോറിക്ക് കൂട്ടാനുള്ളതും ഒരേ കറിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പണി ലാഭമായി. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. നമ്മളവിടെ ശനിയാഴ്ച ചന്തയുണ്ട്. അപ്പോൾ രാത്രി ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ അനിയൻ വന്നു കഴിഞ്ഞാൽ അമ്മയും അനിയനൊക്കെ ചന്തയിൽ പോവാറുണ്ട്. അപ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിനിടയിൽ നമ്മുടെ ചോറ് റെഡിയായി. അങ്ങനെ ചോറ് ഊറ്റി വെച്ചു. പിന്നെ കൈപ്പക്കത്തോരൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതും റെഡിയായി. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവർ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടു. അധികം കേടുവരാത്ത കുറച്ചൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ ആയിരുന്നു. നമ്മുടെ ഈ രാവിലത്തെ ചോറും കൂട്ടാനും ഒക്കെ പെട്ടെന്നായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ വളരെ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ കഴിയാറുണ്ട്. ചോറും കൂട്ടാനുമാണ് എനിക്ക് മെയിനായിട്ടുള്ള റിസ്ക് ഉള്ള പരിപാടി. അത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇവിടെ മുളക് പൊടിയൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കാറ്. ഉണക്കമുളക് വാങ്ങിയിട്ടല്ല, നമ്മളിവിടെ പച്ചമുളക് ചെടി കൃഷി ചെയ്ത് അതിന്ന് പറിച്ച് പഴുപ്പിച്ച് ഉണക്കി നമ്മൾ തന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയാണെങ്കിലും അങ്ങനെ നമ്മളിവിടെ ഉണ്ടാക്കി പറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉണക്കി പൊടിച്ചത് തന്നെയാണ്. നമ്മുടെ മിക്സിയിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. അങ്ങനെ അപ്പുറത്ത് നമ്മുടെ കറി റെഡിയായി. പിന്നെ ഓരോരോ ദോശകൾ ചുട്ടു. ദോശ കഴിക്കാൻ അത് അപ്പുറത്ത് ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ അവൻ ദോശ കഴിക്കുമ്പോഴേക്കും അമ്മ അവന് കൊണ്ടുപോകാനുള്ള ചോറും ഒക്കെ റെഡിയാക്കി. പിന്നെ ഞാനും ലൂലൂസും പോയിട്ട് ചായയൊക്കെ കുടിച്ചു. ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.